ഹായ്, ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വാട്സപ്പ് ഡബിൾ സ്പീഡ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് വളരെയധികം ലാഭിക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ചെയ്ത് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഹാങ് ആവുക. അതുപോലെ തന്നെ വാട്സപ്പിലുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ വന്നിട്ട് സ്റ്റോറേജ് ഫുൾ ആവും. അങ്ങനത്തെ വളരെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് ഇത് അടിപൊളി ഒരു ട്രിക്കാണ്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് കയറിയിട്ട് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തൊട്ടടുത്ത് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓൺ ദി സ്പോട്ടിൽ അത് അപ്ഡേഷൻ വന്നോളും. എല്ലാ ദിവസവും നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. പക്ഷെ വളരെയധികം ഹാങ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആദ്യം കാണിച്ചു തരാം. രണ്ടാമത്തെ ഓപ്ഷൻ അടിപൊളിയാണ്. ആദ്യം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. റിസൾട്ട് വളരെ വളരെ നല്ലതാണ്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, മീഡിയ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓൾ മീഡിയാസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇത് മുഴുവൻ കാണിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള ഡോക്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ഡോക്യുമെന്റുകൾ മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടടുത്ത് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ലിങ്കുകളായിട്ട് നമുക്ക് പലരും അയച്ചതും ഈ വ്യക്തി അയച്ചതും ഒക്കെ ഇത് തന്നെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ പേര് കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടേക്ക് വരാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അടിപൊളിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് കേൾക്കൂ. ഇവിടെ നമുക്ക് ഈ വന്നിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോ ഇമേജിന്റെ മേലെയും വീഡിയോന്റെ മേലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, ആ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫോട്ടോ ഇവിടെ മാത്രമല്ല നിങ്ങളുടെ ഗാലറിയിലും ഉണ്ടാവും. അതും കൂടി ഡിലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതുകൂടി ടിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ഫോർ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയും അതുപോലെ തന്നെ ഹാങ് ആവുന്ന പ്രശ്നവും നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്. നമുക്ക് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ വരിക. ആ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലേക്ക് മാനേജ് സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ നമുക്ക് ഏകദേശം 6 GB 6 GB ഇവിടെ കിടക്കുകയാണ്. നിങ്ങളുടെ ഫോണിലേക്ക് എത്ര GB ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് അറിയിക്കാൻ മറക്കരുത്. ഇത്രയും സാധനങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ തന്നെ 0 എന്നിപ്പം മാറിയിട്ട് എത്ര GB ആണ് ഇവിടെ കാണുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്കും. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. ഇത്രയധികം GB നിങ്ങളിൽ എന്താവുന്നുണ്ട്, ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നതും നമുക്ക് ഡാറ്റ എല്ലാം കുറഞ്ഞു പോകുന്നതും അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി നിൽക്കുന്നതും. ഇനി നമുക്ക് കണ്ടില്ലേ ഇത്രത്തോളം GB ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് താഴെ നോക്കാൻ ഒരു ഓപ്ഷൻ കാണാം, റിവ്യൂ ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ അതിന്റെ തൊട്ട താഴെയായിട്ട് ലാർജർ ദാൻ 5 MB എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് ഏകദേശം 17 GB നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നമ്മുടെ വാട്സപ്പ് ഹാങ് ആവാതിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയോ, ഇതിന്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലേക്ക് പല ആൾക്കാരും ഫോർവേഡഡ് ആയിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ, നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന അതിന്റെ പല കാര്യങ്ങളും നമ്മളെ ഈ ഫോണിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിൽ വേണ്ടത് അല്ലെ വേണ്ടാത്തതെന്നുള്ളത് നോക്കുക. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് മേലെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാം സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നല്ലപോലെ നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോറേജും കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഡോട്ട്സ് കാണുന്നില്ലേ, 3 ലൈൻസ് കാണുന്നില്ലേ, ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ന്യൂവസ്റ്റ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് ഓൾഡസ്റ്റ് ഏറ്റവും പഴയതായിട്ടുള്ള മെസ്സേജുകളോ വീഡിയോസ് ഒക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അതായത് വലിയ ഫയൽ സൈസ് ആണ് ഒഴിവാക്കേണ്ടത്, നിങ്ങൾക്ക് ആ രീതിയിൽ ലാർജസ്റ്റ് കൊടുത്തിട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഞാനിവിടെ സെലക്ട് ഓൾ കൊടുക്കുകയാണ്, കാരണം എനിക്ക് ഫുൾ നല്ല സ്പീഡിൽ നമുക്ക് വാട്സപ്പ് വർക്ക് ചെയ്യണം, സ്റ്റോറേജ് ഒഴിവാക്കണമെങ്കിൽ സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും അതിൽ സെലക്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ട അത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം കൂടി ടിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ആ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ അനാവശ്യമായിട്ട് വന്നു നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാകും. വാട്സപ്പ് നല്ല സ്പീഡിൽ വരികയും ചെയ്യും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.